ഹായ് ഓൾ, എല്ലാവർക്കും QSPSC HLP സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യൂ SCERT സോഷ്യൽ സയൻസ് 5th സ്റ്റാൻഡേർഡിലെ 9ാമത്തെ ചാപ്റ്ററാണ് തുല്യതയിലേക്ക്. ബാക്കി 8 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിക് സയൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കാണാത്തവർ കയറി കണ്ടു നോക്കുക, പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു പൊതുവിതരണ കേന്ദ്രത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുട്ടി മുത്തശ്ശനോട് ഡൗട്ട് ചോദിക്കുകയാണ്, മുത്തശ്ശ എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ ഉള്ളതെന്ന്. അപ്പം മുത്തശ്ശൻ പറയുന്നു, ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകളെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഓരോ കുടുംബത്തിനും വ്യത്യസ്തമായ വരുമാനമുള്ളത്? എന്താണ് കാരണം? തൊഴിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസവും വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസവുമാണ് ഓരോ കുടുംബത്തിനും വ്യത്യസ്ത വരുമാനം ഉണ്ടാകാനുള്ള കാരണം. എന്താണ് തൊഴിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം? നോക്കിയേ, കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ടോ? പലതരം തൊഴിലുകൾ ചെയ്യുന്നവർ കണ്ടോ. അപ്പം ആ പലതരം തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അവർക്കുള്ള വരുമാനവും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇനി തൊഴിലിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമാകുന്നു. ഇനി വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. എന്താണ് വരുമാന സ്രോതസ്സ്? വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു, എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു. ഇനി വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ മൂന്നായി തിരിക്കാം. എന്തൊക്കെയാണ്? ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. ഓക്കെ, ഇനി തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. അപ്പം എങ്ങനെയാണ് അസമത്വം ഉണ്ടാകുന്നത്? ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. ഇനി സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പം സാമ്പത്തിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്തോ വരുമാനമോ അല്ലെങ്കിൽ വിഭവങ്ങളുടെയോ അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ സാമ്പത്തിക അസമത്വം മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള അസമത്വത്തിലേക്കും നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. ഓക്കെ, ഇനി സാമ്പത്തിക അസമത്വം മാത്രമാണോ സമൂഹത്തിൽ കാണുന്നത്? ഇനി കുറച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്, വേറെ എന്തൊക്കെ അസമത്വങ്ങളാണ് എന്നവർ കാണിച്ചു തരുവാണേ. അപ്പം വൈകുണ്ഠസ്വാമികളുടെയും സഹോദരൻ അയ്യപ്പനെയും കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിശ്രഭോജനം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. അപ്പം സമപന്തി ഭോജനം ആരാണ് സംഘടിപ്പിച്ചത്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടന ഏതാണ്? സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ എന്താണ് സംഘടിപ്പിച്ചത്? സമപന്തി ഭോജനം. സമത്വ സമാജം, സമപന്തി ഭോജനം, വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായ K. അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. അപ്പം മിശ്രഭോജനം സംഘടിപ്പിച്ചവരാണ് K. അയ്യപ്പനാണ്. ഓക്കെ, K. അയ്യപ്പൻ 1917 മെയ് 29. ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം 1917 മെയ് 29 K. അയ്യപ്പൻ എന്ത് സംഘടിപ്പിച്ചത്? മിശ്രഭോജനം സംഘടിപ്പിച്ചത്. പത്രത്തിൻ്റെ പേരെന്താണ്? സഹോദരൻ എന്നാണ് അയ്യപ്പൻ്റെ പത്രത്തിൻ്റെ പേര്. ഏതാണ് സ്ഥലം? എറണാകുളത്തെ ചെറായിയാണ്. ചെറായി. അപ്പം മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായി. സഹോദരനാണ് പത്രം. ഓക്കെ, വൈകുണ്ഠസ്വാമികളുടെ ആണെങ്കിലോ സമത്വ സമാജം, സമപന്തി ഭോജനം. ഓക്കെ, അടുത്തത് മേൽമുണ്ട് സമരം. വസ്ത്രാവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട്
തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. 1822 മുതൽ ഈ മേൽമുണ്ട് സമരത്തിൻ്റെ ഒന്നാർ ചാന്നാർ കലാപം എന്ന് പറഞ്ഞ് 1822 മുതൽ വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ കലാപങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. 1859 ജൂലൈ 26 രണ്ടാം ചാന്നാർ ലഹള അഥവാ മേൽമുണ്ടൽ സമരത്തിലൂടെ ഉത്രം തിരുനാൾ മഹാരാജാവ് എല്ലാവർക്കും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകിയത്. ഓക്കെ, അടുത്തത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെടുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെടുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരോട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിലാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ. ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ പറയുന്നത് ഈ ലഹളയാണ്. ഓക്കെ, ഏത് വർഷമായിരുന്നു ഊരൂട്ടമ്പലം ലഹള? 1915 ഊരൂട്ടമ്പലം ലഹള. ഇതിന് എന്തെന്നൊക്കെ പറയും? ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള, പുലയ ലഹള എന്നൊക്കെ പറയുന്നത് ഈ ലഹളയാണ്. ഓക്കെ, അടുത്തത് സാമൂഹിക അസമത്വം. സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലുള്ള വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പം സാമൂഹിക അസമത്വം എന്താണ്? ഒരു സമൂഹത്തിലുള്ള വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിലുള്ള സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യനീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു. അപ്പം സാമൂഹിക അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കുറേ പദ്ധതികൾ, നയങ്ങൾ രൂപീകരിക്കുന്നുണ്ട് അല്ലേ. ഇനി സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സാമ്പത്തിക അസമത്വം. എന്താണ് സാമ്പത്തിക അസമത്വത്തിനുള്ള കാരണം? വരുമാനത്തിലെ വ്യത്യാസം, പലർക്കും പലതരമായിരിക്കും അല്ലേ വരുമാനം. തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, കൂലി അല്ലെങ്കിൽ ശമ്പളത്തിലെ വ്യത്യാസം, ഇതെല്ലാം സാമ്പത്തിക അസമത്വമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, എക്കണോമിക് ഫാക്ടേഴ്സ്. ഓക്കെ, പിന്നെ റിസോഴ്സസിൻ്റെ ലഭ്യതക്കുറവും വിഭവങ്ങളുടെ ലഭ്യതക്കുറവും, ബാക്കി പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ കൂലി ശമ്പളത്തിലെ വ്യത്യാസങ്ങൾ, അതെല്ലാം സാമ്പത്തിക അസമത്വമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി വിദ്യാഭ്യാസ അസമത്വം എന്താണ്? ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവവും പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങളും. എന്താണ്? ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവവും പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങളും. ഇനി സാമൂഹിക ഘടനയ്ക്കുള്ളിലെ അസമത്വം എന്തൊക്കെയാണ്? ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം. ഓക്കെ, അതുപോലെ തന്നെ സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. ഒരു കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. അപ്പം സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വവും പിന്നെ ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങളും എന്തിൽപ്പെടും? സാമൂഹിക ഘടനയ്ക്കുള്ളിലെ അസമത്വത്തിനകത്ത് പെടും. ഇനി ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ എന്തൊക്കെയാണ്? ഗ്രാമനഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യത കുറവ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിച്ചായിരുന്നു നീലിയുടെ ഗ്രാമത്തിനകത്ത് അല്ലേ, ഗ്രാമീണ ജീവിതവും നഗരജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഗ്രാമനഗര വ്യത്യാസവും വിഭവങ്ങളുടെ ലഭ്യത കുറവും ഒക്കെ ഭൂമിശാസ്ത്രമായ അസമാനതകൾ സൃഷ്ടിക്കുന്നു. ഇനി ചരിത്രപരമായ ഘടകങ്ങൾ എന്താണ്? കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ. എന്തൊക്കെയാണ്? കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ. ഓക്കെ, ഇനി എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. ഓക്കെ, സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത് എപ്പോഴാണ്? എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യാവകാശങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് പറയുകയാണേ.
അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഓക്കെ, എന്നൊക്കെയാണ് ക്ഷേമ പെൻഷനുകൾ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, സാമൂഹിക സാമ്പത്തിക പിന്നാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നത് ലക്ഷ്യമാക്കിയിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. എന്താണ് ക്ഷേമ പെൻഷനുകൾ? സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നത് ലക്ഷ്യമാക്കിയിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. അപ്പം ആരൊക്കെയാണ് ക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്താക്കൾ? മുതിർന്ന പൗരന്മാരുണ്ട്, പിന്നെ ഭിന്നശേഷിക്കാരുണ്ട്, വിധവകളുണ്ട്, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകളുണ്ട്, കർഷക തൊഴിലാളികൾ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 1-2 ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മാത്രമാണോ? വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അല്ലേ? വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് എന്താണ്? പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. ഓക്കെ, ഇനി സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ ഇവ കൂടാതെ മറ്റെന്തൊക്കെ പദ്ധതിയുണ്ട്? ഉണ്ട്, പൊതുവിതരണ കേന്ദ്രം ഉണ്ട്. എന്തിനാണ് പൊതുവിതരണ കേന്ദ്രം? മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ, സപ്ലൈകോ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് അല്ലേ? അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നിധി സ്റ്റോർ എന്നിവ. സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നു. ഓക്കെ, ഇനി എന്താണ് സബ്സിഡി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സബ്സിഡി? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. ആനുകൂല്യം മാത്രമാണോ? ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. വ്യക്തികൾക്കാകാം, സ്ഥാപനങ്ങൾക്കാവാം അല്ലേ? അപ്പം വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. ഓക്കെ, പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ ഉൾപ്പെടുന്നു. അപ്പം പണമായിട്ട് നൽകുന്നതാണെങ്കിൽ അതെന്താണ്? ഡയറക്റ്റ് സബ്സിഡിയാണ്. ഇനി നികുതി നിരക്ക് കുറയ്ക്കുക, ടാക്സ് കുറയ്ക്കുക, അല്ലെങ്കിൽ വായ്പകൾക്ക് ലോണിന് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവയൊക്കെ എന്താണ്? പരോക്ഷ സബ്സിഡിയിൽ പെടുന്നതാണ്. ഓക്കെ, ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കിയേ. ആദ്യത്തത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. എന്താണ്? വിദഗ്ധ കായിക തൊഴിലല്ല, അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത്. ഓക്കെ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് റീസെൻ്റ് ആയിട്ടൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? പേര് തന്നെ മാറ്റിയായിരുന്നല്ലേ? VB ഗ്രാംജി എന്നാക്കിയായിരുന്നു. എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാക്കിയായിരുന്നു. എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ പ്രോഗ്രാം എന്നാക്കിയിരുന്നു. ഓക്കെ, എന്ന് മുതലാണ് നിലവിൽ വരുന്നത്? 2026 ഏപ്രിൽ 1 മുതലാണ് നിലവിൽ വരുന്നത്. ഇനി ഈ 100 ദിവസം എന്നുള്ളത് എത്ര ദിവസമാക്കി കൂട്ടിയിട്ടുണ്ട്? 125 ദിവസത്തെ തൊഴിൽ ദിനങ്ങളായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, കൂലിയുടെ 40% വരെ കേന്ദ്രവും ബാക്കി ആരുമാണ്? സംസ്ഥാനങ്ങളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതലും സ്ത്രീകളായിരിക്കണം അല്ലെ? 1/3 സ്ത്രീകളായിരിക്കണം എന്നും ഉണ്ട്. ഓക്കെ, ഇനി ലൈഫ് മിഷൻ. എന്താണ് ലൈഫ് മിഷൻ? കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, എന്ന് പറഞ്ഞാൽ ഭൂമിയില്ലാത്തവർക്കും, ഇനി ഭൂമിയുണ്ടല്ലെങ്കിൽ ഭവനമില്ലാത്തവർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. എന്താണ് ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം? കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പം കേന്ദ്രവും കേരള സർക്കാരുകളിലും കൂടെ ആവിഷ്കരിച്ച് നടത്തുന്ന പദ്ധതിയാണ് എന്താണ് ലൈഫ് മിഷൻ പദ്ധതി.
എന്താണ് ലൈഫിൻ്റെ ഫുൾ ഫോം? ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. അവിടെ കിടക്കുന്നുണ്ടോ? ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ചിലപ്പം അതായിരിക്കും സിമ്പിളായിട്ട് നമുക്കെടുത്ത് ചോദിക്കുന്നത്. എന്താണ് ലൈഫിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന്? ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് ആണ്. ഓക്കെ. അടുത്തത് തീരമൈത്രി. എന്താണ് തീരമൈത്രി? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിലെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. ഓക്കെ, അപ്പം മത്സ്യത്തൊഴിലാളികളായ വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്? തീരമൈത്രി പദ്ധതി. അവരെന്താക്കുന്നു? സംരംഭകരായി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, സംരംഭകരായി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വനിതാ മത്സ്യത്തൊഴിലാളികളെ എത്തിക്കുന്നു. അതാണ് തീരമൈത്രി പദ്ധതി. അടുത്ത നോക്കിയേ, കൈവല്യ പദ്ധതി. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് എന്താണ്? കൈവല്യ പദ്ധതി എന്ന് പറയുന്നത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പം എന്താണ് കൈവല്യ പദ്ധതിയുടെ ലക്ഷ്യം? അവസര തുല്യതയും സാമൂഹിക ഉൾച്ചേർക്കലുമാണ് ലക്ഷ്യം. ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ പദ്ധതി. കൈവല്യ പദ്ധതിയുടെ മോട്ടോ നോക്കിയേ, ഭിന്നശേഷി സൗഹൃദ കേരളം ഉന്നതിയിലേക്ക് ഒരു ചുവട്. എന്താണ്? ഭിന്നശേഷി സൗഹൃദ കേരളം ഉന്നതിയിലേക്ക് ഒരു ചുവട്. ഓക്കെ. അടുത്തതാണ് വിദ്യാവാഹിനി പദ്ധതി. എന്താണ്? ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇത് വിദ്യാവാഹിനി പദ്ധതി. ഓക്കെ. ഇനി ജനനി ജന്മരക്ഷ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്താണ്? ജനനി ജന്മരക്ഷ. ജനനി എന്ന് പറഞ്ഞാൽ മാതാവ് അല്ലേ? അപ്പം ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? ജനനി ജന്മരക്ഷയാണ്. ഇനി പ്രതിഭാതീരം നോക്കിയേ, തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം. ആ പേര് വെച്ച് തന്നെ കണക്ട് ചെയ്ത് അങ്ങ് പഠിക്കുക. പ്രതിഭാതീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് നടത്തുന്ന പദ്ധതി എന്താണ്? പ്രതിഭാതീരം. ഇനി ഗോത്രബന്ധു നോക്കിയേ, ഗോത്രബന്ധു. ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. ഓക്കെ, എന്താണ്? ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോത്രഭാഷ അറിയുന്നതും മലയാളം അറിയുന്നതുമായിട്ടുള്ള അധ്യാപകരെ പ്രൈമറി സ്കൂളിൽ നിയമിക്കുന്ന പദ്ധതിയാണ് ഗോത്രബന്ധു. അപ്പോൾ എത്ര പദ്ധതി നമ്മൾ പറഞ്ഞു? 6 പദ്ധതി പറഞ്ഞല്ലേ? 7 പദ്ധതി പറഞ്ഞു. എന്താണ്? ലൈഫ് മിഷൻ. ഭൂരഹിതർക്കും ഭവനരഹിതർക്കും ഒക്കെ ഭവനം പൂർത്തിയാക്കി കൊടുക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. എന്താണ് ലൈഫ്? ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. എന്താണ്? ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ഓക്കെ. തീരമൈത്രി എന്തായിരുന്നു? തീരമൈത്രി വനിതാ മത്സ്യത്തൊഴിലാളികളെ സംരംഭകരാക്കി മാറ്റുന്ന പദ്ധതിയാണ് തീരമൈത്രി പദ്ധതി. കൈവല്യാണെങ്കിലോ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ പദ്ധതി. വിദ്യാവാഹിനിയാണെങ്കിലോ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ് വിദ്യാവാഹിനി പദ്ധതി. ജനനി ജന്മരക്ഷ. ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്ന പദ്ധതി കൊടുക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. പ്രതിഭാതീരമാണെങ്കിലോ തീരദേശ മേഖലയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ടുള്ള പദ്ധതിയാണ് പ്രതിഭാതീരം. ഗോത്രബന്ധുവാണെങ്കിൽ ഗോത്ര വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മലയാളവും ഗോത്രഭാഷയും അറിയാവുന്ന അധ്യാപകരെ പ്രൈമറി സ്കൂളിൽ നിയമിക്കുന്നതാണ് ഗോത്രബന്ധു പദ്ധതി. ഓക്കെ. ഇനി ആ പദ്ധതികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ കൊടുത്തിരിക്കുകയാണ് കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം പാഠം കഴിഞ്ഞു. കൺക്ലൂഷനാണ്. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ഘടകങ്ങൾ സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നു. അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. തീർച്ചയായും സൃഷ്ടിക്കും അല്ലേ? ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന തുല്യതയിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രരായി ജീവിക്കാനുമുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട് സമൂഹത്തിൽ നാം ഇടപെടേണ്ടതുണ്ട്. ഓക്കെ,
അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ചധികം പോയിൻറ്റ്സ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുള്ള, റിപ്പീറ്റഡായിട്ട് പി എസ് സി ചോദിക്കുന്ന കുറച്ചധികം പോയിൻറ്റ്സ് ഉണ്ട്. അപ്പം SCERT കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ടത് ഊന്നി പഠിച്ച് വെക്കുക. ഓക്കെ, അറിഞ്ഞൂടാത്തത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ചാനലിലൂടെ PSC ക്വസ്റ്റ്യൻസും PYQസും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ PYQസും സ്പെഷ്യൽ എക്സാംസ്, ടെക്നിക്കൽ എക്സാംസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൽ നമുക്ക് ജനറൽ PSCക്ക് ആവശ്യമായ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് അതിൻ്റെ എക്സ്പ്ലനേഷനും കണക്റ്റഡ് ഫാക്ട്സും അടക്കമാണ് പറഞ്ഞു പോകുന്നത്. അപ്പം കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിരിക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. Okay, thank you all.